ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കേണ്ട ഐഡിയയുടെ പുറത്തല്ല, പ്രോബ്ലംസിൻ്റെ പുറത്തായിരിക്കണം. അപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലമുള്ള മാക്സിമം ആളുകളോട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതായിരിക്കണം ക്വസ്റ്റ്യൻ. അതിനെ കസ്റ്റമർ ഡിസ്കവറി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളൊരു എൻ്റർപ്രൈസിന്, ഒരു കമ്പനിക്ക് സെല്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ മിനിമം 4 പൊട്ടൻഷ്യൽ കസ്റ്റമറിനോടെങ്കിലും സംസാരിച്ചിരിക്കണം. ഐഡിയലി 3 കസ്റ്റമറിനോട് ഒരു ദിവസം സംസാരിക്കണം. അത് പാടാണ്. 3 ദിവസം എന്ന് വെച്ചാൽ 60 മീറ്റിംഗ് ഒരു മാസം വേണം. അത് പാടാണ്. വേഴ്സസ് ഒരു 4 മീറ്റിംഗ്, ഒരു 20 മീറ്റിംഗ് ഒരു മാസം. അത് ഡൂവബിളാണ്. അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് നമ്പർ 1 പ്രോബബിലിറ്റി, നിങ്ങളുടെ കമ്പനി സക്സീഡ് ചെയ്യാനായിട്ടുള്ള നമ്പർ 1 പ്രോബബിലിറ്റി നമ്പർ ഓഫ് കസ്റ്റമർ മീറ്റിംഗ്സ് ആണ്. ആ കസ്റ്റമർ മീറ്റിംഗ്സ് ആവശ്യത്തിന് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. നിങ്ങളുടെ ഐഡിയാസ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റാതാവും. നിങ്ങൾക്ക് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കിട്ടാതെയാവും. അതിനി B2C ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരോട് നേരിട്ട് സംസാരിക്കുകയോ ഓൺലൈൻ സർവേയോ ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏറ്റവും കൂടുതൽ കോൺവെർസേഷൻ അവരുമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കമ്പനി ഓട്ടോമാറ്റിക്കലി സക്സീഡ് ചെയ്യുന്നു.